വില വർധനവ്, ഗ്യാസ് ക്ഷാമം, കുതിച്ചു പായുന്ന സ്വർണ്ണവില. എവിടെയോ നടക്കുന്ന യുദ്ധത്തിൽ നമുക്കെന്ത് പറ്റാനാണെന്ന ചോദ്യം തിരിഞ്ഞുകൊത്തുന്ന നാളുകളാണ് കടന്നു പോകുന്നത്. ഇറാൻ US സംഘർഷം അനിശ്ചിതമായി നീണ്ടാൽ ഏറ്റവും കൂടുതൽ പരിക്ക് സംഭവിക്കുക ഇന്ത്യക്ക് തന്നെയായിരിക്കും. ഇറാനിലും ഇറാഖിലും GCC രാജ്യങ്ങളിലും ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഒന്നാകെ വിഴുങ്ങാൻ പോകുന്നവയാണ്. ആ പ്രതിസന്ധി ഇതിനോടകം തന്നെ നാം തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്ത്യയും പശ്ചിമേഷ്യയിലെ യുദ്ധവും ബന്ധപ്പെട്ടിരിക്കുന്നത്? യുദ്ധത്തിൽ ഇന്ത്യ എടുക്കുന്ന തീരുമാനങ്ങൾ എത്രത്തോളം നിർണായകമാണ്? നമുക്ക് നോക്കാം. 2023 ഒക്ടോബറിൽ ഹമാസ് ആക്രമണത്തോടെ ആരംഭിച്ച സംഘർഷമാണ് പിന്നീട് ലെബനൻ, യമൻ, സിറിയ, ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടൽ വരെ എത്തി നിൽക്കുന്നത്. അമേരിക്കയും പശ്ചിമ രാജ്യങ്ങളും ഇടപെട്ടതോടെ ഇത് ആഗോള സാമ്പത്തിക മേഖലയെയും രാഷ്ട്രീയത്തെയും ബാധിക്കുന്ന യുദ്ധ സാഹചര്യമായി മാറി. 2026 US ഇറാൻ യുദ്ധം നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലായി മാറിയത്. വർഷങ്ങളായി നിലനിന്നിരുന്ന സംഘർഷം ഈ വർഷം ഫെബ്രുവരിയിൽ പൊട്ടിത്തെറിച്ചു. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഫെബ്രുവരി 28 ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വൻ ആക്രമണം നടത്തിയതോടെ യുദ്ധം ഔദ്യോഗികമായി ആരംഭിച്ചു. ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് അമേരിക്ക ആക്രമണത്തിന് ഉയർത്തിയ ന്യായം. സംഘർഷം മൂർച്ഛിച്ച് ഒടുവിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയെ വധിച്ച സംഭവത്തിൽ വരെ അതെത്തി. സംഘർഷം അവസാനിപ്പിക്കാൻ ഡീൽ ഉണ്ടാക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ ഇറാൻ വഴങ്ങണമെന്നാണ് ട്രംപിന്റെ സമീപനം. ഇറാൻ സമയം കളയുകയാണെന്നും ഹോർമൂസ് തുറക്കാതെ പോയാൽ കൂടുതൽ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നും ട്രംപ് പലതവണ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിച്ചായിരുന്നു ഇറാന്റെ പ്രധാന പ്രതിരോധം. ഇതിലാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ കുടുങ്ങിയതും. ലോകത്തിലെ ഏകദേശം 20 മുതൽ 25% വരെ എണ്ണക്കപ്പലുകളും ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. ഇറാൻ ഇതുവഴിയുള്ള കപ്പലുകളെ തടഞ്ഞാൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കും. ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിച്ചായിരുന്നു ഇറാന്റെ പ്രധാന പ്രതിരോധം. ഇതിലാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ കുടുങ്ങിയതും. ലോകത്തിലെ ഏകദേശം 25% എണ്ണക്കപ്പലുകളും ഹോർമൂസിലൂടെയാണ് കടന്നു പോകുന്നത്. ഇറാൻ ഇതുവഴിയുള്ള കപ്പലുകളെ തടഞ്ഞാൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കും. ഹോർമൂസിലുണ്ടാകുന്ന ഏത് ആക്രമണവും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. നമുക്കാവശ്യമായ ക്രൂഡ് ഓയിലിന്റെ വലിയൊരു ഭാഗം ഇതുവഴിയാണ് കടത്തുന്നത്. എണ്ണ വിതരണം ഹോർമൂസിൽ തടസ്സപ്പെട്ടാൽ എണ്ണ വില കുതിക്കും, രൂപയുടെ മൂല്യം ഇടിയും, ഇറക്കുമതി ചെലവ് കൂടും, ഓഹരി വിപണി തകരും, ക്രമേണ സാമ്പത്തിക വളർച്ച ഇല്ലാതാവുകയും ചെയ്യും. ഇറാൻ US യുദ്ധം ശക്തമായതോടെ ഇന്ത്യയിലെ സ്വർണ്ണവിലയും വലിയ ചാഞ്ചാട്ടത്തിലാണ്. സാധാരണയായി യുദ്ധവും ആഗോള അനിശ്ചിതത്വവും കൂടുമ്പോൾ നിക്ഷേപകർ സേഫ് ഹേവൻ എന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയാറുണ്ട്. അതിനാൽ യുദ്ധത്തിന്റെ തുടക്കത്തിൽ സ്വർണ്ണവില കുത്തനെ ഉയർന്നിരുന്നു. 2026 മാർച്ചിൽ US ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇന്ത്യയിൽ 10 ഗ്രാം സ്വർണത്തിന് ഏകദേശം 6000 രൂപ വരെ വർധനവുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ കാരണം എണ്ണവില കൂടുമ്പോൾ ഇന്ത്യയിൽ പണപ്പെരുപ്പ ഭീഷണിയും ഉയരും. പണപ്പെരുപ്പത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനായി ആളുകൾ വീണ്ടും സ്വർണം വാങ്ങാൻ തുടങ്ങും. ഇതൊക്കെയാണ് യുദ്ധവും സ്വർണ്ണവിലയുമായുള്ള കണക്ഷൻ. ഇനി യുദ്ധം കാരണം പ്രതിസന്ധിയിലാവുന്ന പ്രവാസികളുടെ കാര്യത്തിലും ഇന്ത്യക്ക് ആശങ്കയുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുണ്ട്. ഇറാൻ US യുദ്ധം വ്യാപിച്ചതോടെ ഗൾഫ് രാജ്യങ്ങളും നേരിട്ട് ആക്രമണങ്ങളുടെ വലയത്തിലായി. ആദ്യം ഇറാൻ ഞങ്ങളുടെ മണ്ണിൽ നിന്ന് അമേരിക്കയെ ആക്രമിച്ചാൽ മറുപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നീട് അമേരിക്കൻ സൈനിക താവളങ്ങൾ നിലനിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ ആക്രമണം വ്യാപിപ്പിച്ചു. യുദ്ധം പൂർണ്ണ തോതിൽ അമേരിക്ക ഇറാൻ യുദ്ധമായി മാറുമോ, അതോ ട്രംപ് ഒരു പുതിയ കരാറിലേക്ക് എത്തുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ട്രംപ് ശക്തമായ ഭാഷയിൽ തന്നെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും ദീർഘകാല യുദ്ധം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും ബാധിക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതിനാൽ പരമാവധി സമ്മർദ്ദവും അവസാന നിമിഷ ചർച്ചയും എന്ന തന്ത്രമാണ് ഇപ്പോൾ അദ്ദേഹം പിന്തുടരുന്നത് എന്നാണ് വിലയിരുത്തൽ.